ഇത് തനി യഹൂദിയത്ത്. അതേ സമയത്ത് ഏതെങ്കിലും മലപ്പുറത്തോ കോഴിക്കോട്ടോ ഉള്ളൊരു മുതലാളിൻ്റെ കല്യാണമാണ് ഇങ്ങനെ നടന്നതെങ്കിൽ എത്ര പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തും? തെക്കുന്നൊക്കെ വരുന്ന പ്രഭാഷകന്മാർക്ക് 6 മാസം ഫുൾ ബുക്കിടാവും ഈ കല്യാണത്തോടുകൂടെ. ബുക്കിട്. കാരണം നീട്ടി പറയാലോ, അങ്ങനെ ആലിനെ മുതലാളിൻ്റെ കല്യാണം കണ്ടില്ലേ, അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, ഇപ്പം നിങ്ങളെ എവിടെ? ഇതിനല്ലേ യഹൂദിയത്ത് എന്ന് പറയുന്നത്. എന്താ യഹൂദിയത്ത്? യഹൂദികളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ അവർ മിണ്ടൂല. സാധാരണക്കാരുടെ മേൽ ഉണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കും. ഇതല്ലേ ലഅനല്ലാഹുൽ യഹൂദ, യഹൂദികളെ അല്ലാഹു തആല ലഅനത്ത് ചെയ്യണം. കാരണം എന്താ? അവരിലെ വലിയവർ തെറ്റ് ചെയ്തപ്പോൾ മിണ്ടിയില്ല, സാധാരണക്കാരും നിയമം നടപ്പിലാക്കി. ഇത് ദീനാണോ? ഇത് ദീനാണോ? പറയും, ഇത് ദീനാണോ? ദീനല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിയമവും ഒക്കെ ഒന്നാ. അത് റഹ്മത്തുള്ളാഹിക്ക് ഒന്നാണ്, ഒക്കെ ഒന്നാ, എല്ലാവർക്കും ഒന്നാ.